കർണാടകത്തിൽ നിന്ന് പുതിയൊരു വിവാദം ഉയർന്നു വന്നിരിക്കുകയാണ്. കർണാടകത്തിൽ കോൺഗ്രസ് നേതാവ് DK ശിവകുമാറിന്റെ പ്രസ്താവനയാണ് പുതിയ വിവാദമായി രൂപപ്പെട്ടിരിക്കുന്നത്. കർണാടക സർക്കാരിനെ താഴെയിറക്കുന്നതിന് വേണ്ടി കേരളത്തിൽ ശത്രുഭൈരവി പൂജ നടന്നിട്ടുണ്ട് എന്നാണ്. അതായത് കർണാടക സർക്കാരിനെതിരെ മൃഗബലി നടത്തുകയാണ് കേരളത്തിലുള്ള ഒരു ക്ഷേത്രത്തിന് സമീപം എന്നാണ് DK ശിവകുമാർ, കർണാടകത്തിലെ ഉപമുഖ്യമന്ത്രി കൂടിയായ DK ശിവകുമാർ ആരോപണം ഉന്നയിച്ചിരിക്കുന്നത്. ഇതിന് തനിക്ക് കൃത്യമായ വിവരം കിട്ടിയിട്ടുണ്ടെന്നും DK ശിവകുമാർ മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു. പക്ഷേ ഇതൊന്നും ഏൽക്കില്ലെന്നാണ് ശിവകുമാർ പറഞ്ഞത്. ആദ്യം ശിവകുമാറിന്റെ വാക്കുകൾ ശ്രദ്ധിക്കാം. ನೋಡಪ್ಪ, ಕೇರಳದಲ್ಲಿ ಒಂದು ದೊಡ್ಡ ನನ್ನ ಮೇಲೆ ಪ್ರಯೋಗ ನಡೀತಾ ಇದೆ. ನನ್ನ ಮೇಲೆ ನಮ್ಮ ಸರ್ಕಾರದ ಇದೆಲ್ಲ ಬಂದ್ಕೊತಾರೆ. ಯಾವುದು ಪೂಜೆ ನಡೀತಾ ಇದೆ, ನಮ್ಮ ಹೆಸರಿಟ್ಟೆ ಮಾಡಿಸ್ತಾವ್ರೆ. ನಿಮ್ಗೆ ಹೇಳ್ತೀನಿ ಯಾವ ಪೂಜೆ ನಡೀತಾ ಇದೆ, ಯಾರು ಮಾಡ್ತಾ ಇದ್ದಾರೆ. ನನ್ನ ಮೇಲೆ ಚೀಫ್ ಮಿನಿಸ್ಟರ್ ಮೇಲೆಲ್ಲ ಸೇರಿಸಿ ನಡೀತಾ ಇದೆ. ಶತ್ರು ಶತ್ರು ಭೈರವಿ ಯಾಗ ಕೇರಳ ರಾಜರಾಜೇಶ್ವರಿ ದೇವಸ್ಥಾನದ ಆಸುಪಾಸಿನಲ್ಲಿ ಈ ಯಾಗ ಶತ್ರುವಿನ ಸಂಹಾರ ಯಾಗ. ಈ ಯಾಗಕ್ಕೆ ಪಂಚಬಲಿ ಕೊಡುತ್ತಿದ್ದಾರೆ. ഇതാണ് DK ശിവകുമാർ മാധ്യമങ്ങളോട് പറഞ്ഞത്. കേരളത്തിൽ എന്നാൽ എവിടെയാണ് എന്ന് കൃത്യമായിട്ട് അദ്ദേഹം പറഞ്ഞിരുന്നുമില്ല. ഇങ്ങനെ ഒരു യാഗം, അത് അദ്ദേഹം പറഞ്ഞ ശത്രു ഭൈരവി യാഗം തളിപ്പറമ്പിലുള്ള മാടായിക്കാവിൽ മുമ്പ് ഇത്തരം ആചാരങ്ങൾ നടന്നിരുന്നു. എന്നാൽ ശിവകുമാർ ഉന്നയിച്ച തരത്തിലുള്ള പൂജകളൊന്നും മാടായിക്കാവിൽ നടന്നിട്ടില്ലെന്നാണ് ക്ഷേത്രം അധികൃതർ ഇതേക്കുറിച്ചുള്ള വിശദീകരണം നൽകിയത്. ഈ സംഭവം വിവാദമായതോടുകൂടിയാണ് ക്ഷേത്രം അധികൃതർ ഇക്കാര്യം പറഞ്ഞത്. പക്ഷേ ഈ ക്ഷേത്രത്തിന്റെ പേര് DK ശിവകുമാർ പറഞ്ഞിട്ടുമില്ല. കേരളത്തിൽ എവിടെയും നിലവിൽ ഇത്തരം ആചാരങ്ങൾ നടക്കുന്നതായി വിവരങ്ങളുമില്ല. പക്ഷേ ശിവകുമാർ ഉന്നയിച്ചതിനപ്പുറം ഈ ആരോപണങ്ങൾ കോൺഗ്രസ് കേന്ദ്രങ്ങളിൽ നിന്ന് ആരും ഉന്നയിച്ചിട്ടുമില്ല. കർണാടക സർക്കാരിനെ താഴെ ഇറക്കുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെയൊരു പൂജ കേരളത്തിൽ നടത്തിയത്, അതും മൃഗബലി ഉൾപ്പെടുത്ത പൂജ എന്നാണ് DK ശിവകുമാറിന്റെ ആരോപണം. കൂടുതൽ വിവരങ്ങളുമായി TG സജിത്ത് ചേരുകയാണ് ന്യൂസ് ഡെസ്കിൽ നിന്ന്. സജിത്ത്, ഇന്നലെയാണ് ഇത്തരത്തിലുള്ളൊരു കാര്യം DK ശിവകുമാർ പറഞ്ഞത്. കർണാടകത്തിലെ മാധ്യമങ്ങൾ അത് ആദ്യം നൽകിയിരുന്നു. പക്ഷേ അത് എവിടെയാണ്, എപ്പോഴാണ് നടന്നിട്ടുള്ളത് എന്നൊന്നും DK പറഞ്ഞിട്ടില്ലല്ലോ. പക്ഷേ ഇത് കൃത്യമായ വിവരമാണ്. അതിൽ ഇത്ര മൃഗങ്ങളെ ബലി കൊടുത്തു എന്നുവരെ അദ്ദേഹം പറയുന്നുമുണ്ട്. എന്താണ് ഈ വിവാദത്തിന്റെ ഏറ്റവും ഒടുവിലത്തെ വിവരം? ഏതെങ്കിലും കോൺഗ്രസ് നേതാക്കൾ ഇതേക്കുറിച്ച് പിന്നീട് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? മഞ്ജുഷ്, വലിയ രാഷ്ട്രീയ പോരാട്ടം നടക്കുന്ന ഇടമാണ് കർണാടക. കർണാടകത്തിലെ രാഷ്ട്രീയ പോരാട്ടത്തിന്റെ ഒരു പ്രതിഫലനമാണ് ഈ DK ശിവകുമാറിന്റെ വാക്കുകളിലുള്ളത്. ഇന്നലെ മാധ്യമങ്ങളെ കണ്ടപ്പോഴാണ് ഇദ്ദേഹം ഇങ്ങനെ ഒരു ആരോപണം ഉന്നയിച്ചത്. രാഷ്ട്രീയ എതിരാളികൾ സർക്കാരിനെതിരെ, പ്രത്യേകിച്ച് തനിക്കും മുഖ്യമന്ത്രിക്കുമെതിരെ വലിയ നീക്കങ്ങൾ നടത്തുന്നു. അതിൻ്റെ ഭാഗമായി കേരളത്തിലെ ഒരു ക്ഷേത്രത്തിൽ, ഒരു ക്ഷേത്ര പരിസരത്ത്, ക്ഷേത്രത്തിന് സമീപത്തുള്ള ഒരിടത്ത് ഇത്തരമൊരു ഹോമം നടത്തി അതിൽ നിരവധി മൃഗങ്ങളെ ബലി കൊടുത്തു എന്നതാണ് ഉന്നയിച്ച ആക്ഷേപം. സ്വാഭാവികമായും ഈ കേരളത്തിൽ ഇത് എവിടെ, ഏത് പശ്ചാത്തലത്തിൽ എന്ന അന്വേഷണം നടക്കും. അവിടെയാണ് ഈ കണ്ണൂരിലെ രാജരാജേശ്വര ക്ഷേത്രത്തിന് സമീപത്തുള്ള ഒരിടം എന്നതാണ് അദ്ദേഹം പരാമർശിച്ചിരിക്കുന്ന സ്ഥലം. അവിടെ സമീപത്തുള്ള ഒരു മാടായിക്കാവ് മുൻകാലങ്ങളിൽ ഇത്തരം ആചാരക്രമങ്ങൾ നിലനിന്നിരുന്ന ഇടമാണ്. പക്ഷേ നമ്മളവിടെ അന്വേഷിച്ചു. പക്ഷേ അവിടെ അങ്ങനെ ഒരു ചടങ്ങ് നടന്നിട്ടില്ല. വർഷങ്ങൾക്ക് മുമ്പ് നടന്നതിനപ്പുറം പിന്നീട് അങ്ങനെ മൃഗങ്ങളെ ബലി കൊടുക്കുന്ന നീക്കങ്ങളൊന്നും അവിടെ ഉണ്ടായിട്ടില്ല എന്നതാണ് ഈ ക്ഷേത്ര അധികൃതർ നൽകുന്ന വിശദീകരണം. പക്ഷേ കേരളത്തിലെ ഒരിടത്ത് ഇത്തരമൊരു കാര്യം നടന്നു എന്നതാണ് അദ്ദേഹം പറയുന്നത്. കർണാടകയിലെ ഉപമുഖ്യമന്ത്രിയാണ് അദ്ദേഹം. സ്വാഭാവികമായും അദ്ദേഹത്തിന് കർണാടകയുടെ സ്പെഷ്യൽ ബ്രാഞ്ച് ഇൻഫർമേഷനൊക്കെ സ്വീകരിച്ചുകൊണ്ട് ആവാം ഇത്തരമൊരു പ്രസ്താവന അദ്ദേഹം നടത്തിയത്. എന്തായാലും ഈ രാഷ്ട്രീയ പ്രസ്താവന അത് കർണാടകത്തിൽ മാത്രമല്ല കേരളത്തിലേക്കും അതിൻ്റെ വിവാദത്തിൻ്റെ അലയൊലികൾ ഉയരുന്നു എന്നതാണ്. അല്പസമയം മുമ്പ് സംസ്ഥാനത്തെ മന്ത്രി പ്രൊഫസർ ബിന്ദു നടത്തിയ ഒരു പ്രസ്താവന ശ്രദ്ധേയമാണ്. DK ശിവകുമാറിന്റെ ആരോപണം വസ്തുതയ്ക്ക് നിരക്കാത്തതാണ്. കേരളത്തിൽ ഒരിടത്തും അത്തരത്തിലുള്ള ഒരു നീക്കങ്ങളും ഇപ്പോൾ നടക്കുന്നില്ല. മുൻകാലങ്ങളിൽ നടന്നതിനപ്പുറത്തേക്ക് മൃഗബലിയെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു നീക്കവും കേരളത്തിൽ ഒരിടത്തും നടക്കുന്നില്ല എന്നതാണ് സംസ്ഥാനത്തെ ഒരു മന്ത്രിയുടെ പ്രതികരണം ഉണ്ടായിരിക്കുന്നത്. അതിനപ്പുറത്തേക്ക് കർണാടകയിലെ കോൺഗ്രസ് നേതൃത്വമോ കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വമോ ഈ DK ശിവകുമാറിന്റെ പ്രസ്താവന ഏറ്റെടുത്തിട്ടില്ല. മറ്റൊരു കാര്യം കൂടി ഉണ്ടല്ലോ സജിത്ത്, ഇതിൽ ഈ കണ്ണൂരിൽ അദ്ദേഹം പറയുന്ന ക്ഷേത്രങ്ങളിൽ വരാറുള്ളയാളാണ് യെദ്യൂരപ്പ. അതുപോലെ തന്നെ കർണാടകത്തിലെ പ്രമുഖ നേതാക്കളൊക്കെ രാജരാജേശ്വരി ക്ഷേത്രത്തിൽ വരാറുണ്ട്, മാടായിക്കാവിൽ വരാറുണ്ട്. ഇതൊക്കെ നേരത്തെ നടന്നിട്ടുള്ളതാണ്. പക്ഷെ അദ്ദേഹം ആരുടെയെങ്കിലും പേരെടുത്ത് പറയാത്തത് കൊണ്ടും ഏത് പാർട്ടിയാണെന്ന് പറയാത്തത് കൊണ്ടും
ആ പാർട്ടിക്കാരും ഒന്നും ഇപ്പോൾ JDS ആകട്ടെ BJP ആകട്ടെ ഇക്കാര്യത്തിൽ ഒരു അഭിപ്രായ പ്രകടനം നടത്തിയിട്ടില്ലല്ലോ. അത്തരത്തിൽ അഭിപ്രായ പ്രകടനം നടത്തിയിട്ടില്ല. പക്ഷേ ഈ കർണാടകയിലെ കോൺഗ്രസ് കേന്ദ്രങ്ങൾ നൽകുന്ന സൂചന ഇങ്ങനെയാണ്. ഇതിൽ പ്രധാനമായും ഈ DK ശിവകുമാർ ലക്ഷ്യമിട്ടിരിക്കുന്നത് JDS നേതാക്കളെയാണ്. കാരണം അവിടെ ഈ രേവണ്ണ വിവാദം, പ്രജ്വൽ രേവണ്ണ വിവാദങ്ങളൊക്കെയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നേരിട്ട് ഏറ്റുമുട്ടൽ നടക്കുന്നത് കോൺഗ്രസും JDSും തമ്മിലാണ്. കാരണം നേരത്തെ ഘടകകക്ഷിയായിരുന്ന JDSന്റെ പിന്നീടുള്ള രാഷ്ട്രീയ നീക്കത്തിലൊക്കെ കോൺഗ്രസ് നേതൃത്വം കടുത്ത നിലപാടിലാണ്. സ്വാഭാവികമായും കഴിഞ്ഞ ദിവസം ഈ JDSന്റെ പ്രധാനപ്പെട്ട ഒരു നേതാവും അദ്ദേഹത്തിൻ്റെ കുടുംബവും കർണാടകയിൽ നിന്ന് ഒരു യാത്ര നടത്തിയിരുന്നു വിശ്വാസവുമായി ബന്ധപ്പെട്ട്. ആ യാത്രയിൽ ഇതിൻ്റെ ഭാഗമായിട്ടാണ് എന്ന് കൂട്ടിച്ചേർക്കാൻ കൂടിയാവാം ഒരുപക്ഷെ ഈ DK ശിവകുമാർ ശ്രമിച്ചിട്ടുള്ളത്. പക്ഷേ ഒരു നേതാക്കളുടെ പേരും പരാമർശിക്കാതെയാണ് DK മാധ്യമങ്ങളെ കണ്ടത് എന്നത് ശ്രദ്ധേയമാണ്. ഈ വിശ്വാസവുമായി ബന്ധപ്പെട്ട് വലിയ പ്രാധാന്യം നൽകുന്നവരാണ് കർണാടകയിലെ രാഷ്ട്രീയ നേതാക്കൾ. നമുക്കറിയാം, നേരത്തെ മഞ്ജുഷ് സൂചിപ്പിച്ചതുപോലെ കർണാടകയിലെ BJPയുടെയും കോൺഗ്രസിൻ്റെയും പല പ്രധാനപ്പെട്ട നേതാക്കളും കണ്ണൂരിലെ പല ക്ഷേത്രങ്ങളിലെത്തുകയും അതിൽ അവിടുത്തെ വിശ്വാസങ്ങളുടെ ഭാഗമാവുകയും ചെയ്തിട്ടുണ്ട്. അതിൽ പരാമർശിച്ച പ്രധാനപ്പെട്ട ഒരു ക്ഷേത്രമാണ് ഈ തളിപ്പറമ്പിലുള്ള രാജരാജേശ്വര ക്ഷേത്രം. പക്ഷേ അവിടെ ഇത്തരം ആചാരക്രമങ്ങളൊന്നും നിലനിൽക്കുന്നില്ല. വളരെ പ്രസിദ്ധമായ നിരവധി വിശ്വാസികൾ വന്നു പോകുന്ന ഒരു ക്ഷേത്രമാണ്. അവിടെ ഇത്തരത്തിലുള്ള ആചാരക്രമങ്ങളൊന്നും നിലനിൽക്കുന്നില്ല. പക്ഷേ ഈ ക്ഷേത്രത്തിന് സമീപത്തുള്ള ചില കേന്ദ്രങ്ങളിൽ ഇത്തരം മൃഗപോലി പോലെയുള്ള നീക്കങ്ങൾ നടന്നിരുന്നു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. അത്തരം ചില സൂചനകളാണ് ഇപ്പോഴും നമുക്ക് അവിടുന്ന് ലഭ്യമാവുന്നത്. ശരി, TG സജീസാണ് വിവരങ്ങൾ നൽകിയത്. ഇക്കാര്യത്തിൽ കൂടുതൽ വിശദീകരണം നൽകേണ്ടത് DK ശിവകുമാറാണ്. ആരെയാണ് അദ്ദേഹം ഉദ്ദേശിച്ചത്, ഏത് ക്ഷേത്രമാണ്